വെൽക്കം ടു ഭൂട്ടാൻ. എല്ലാവർക്കും ഭൂട്ടാനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി 20 കിലോമീറ്റർ ബാക്ക് മുതൽ ATM നോക്കണ്ടായിരുന്നു. പക്ഷേ എവിടെ ATM കിട്ടിയില്ല. പിന്നെ എന്താ പറയുക, ഇന്ന് രാവിലെ നോക്കി, ഇന്ന് രാവിലെ ATM എവിടെയും കിട്ടിയില്ല. ഇപ്പം പെട്ട് കിടക്കാൻ ക്യാഷും ഇല്ല. ഭൂട്ടാനിൽ എമിഗ്രേഷൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു 3 മണിക്കൂറോളായി നമ്മളിവിടെ വന്നിട്ട്. നല്ല ചൂടാണ്. ഇപ്പം കുറച്ച് ചൂടൊന്ന് അടങ്ങിയതാണ്. ഒരു ആക്സിസ് ബാങ്ക് ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഭൂട്ടാൻ്റെ ഗേറ്റാണ്. നിധു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഭൂട്ടാനിലേക്ക് ബൈക്കുകൾക്കുള്ള പ്രവേശനം. ഇന്ത്യയിൽ നിന്നും ഭൂട്ടാനിലേക്ക് ബൈക്കുകൾക്കുള്ള പ്രവേശനം. താങ്ക് യു. ഭൂട്ടാൻ, വെൽക്കം ടു ഭൂട്ടാൻ. എല്ലാവർക്കും ഭൂട്ടാനിലേക്ക് സ്വാഗതം. ഇത് വൺ വേ ആടാ. You can see a restaurant. ओके, थैंक यू. हाँ हाँ, ഇവിടെ ഫുള്ള് വൺ വേ ആട്ടാ. ഇവിടെ ഒരു ബോക്സിൽ പാർക്കിംഗ് ആളില്ല. അതിൻ്റെ അകത്ത് ഒരു വണ്ടിയേ ഉള്ളൂ. ആ കാർ പാർക്ക് ചെയ്യാൻ എടുത്ത് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭൂട്ടാൻ കയറി ബാക്കിൽ കാണുന്നതാണ് ഇന്ത്യ. ആകെ ഈ ഗേറ്റാണ് ഭൂട്ടാനിലേക്കുള്ള എൻട്രൻസ്. ഇതിൽ കൂടി ബൈക്ക് പറ്റൂല. വെസ്റ്റ് ബംഗാളാണ്, ജയ്ഗൗൺ സിറ്റിയാണ് ആ കാണുന്നത്. ഇന്നലെ ഇവിടെ എന്തോ പൂജയും കാര്യങ്ങളും സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പബ്ലിക് ഹോളിഡേ ആയിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി 20 കിലോമീറ്റർ ബാക്ക് മുതൽ ATM നോക്കണ്ടായിരുന്നു. പക്ഷേ എവിടെ ATM കിട്ടിയില്ല. പിന്നെ എന്താ പറയുക, ഇന്ന് രാവിലെ നോക്കി, ഇന്ന് രാവിലെ ATM എവിടെയും കിട്ടിയില്ല. എൻ്റെ കാർഡ് ഭൂട്ടാനിൽ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. ഫുൾ ബ്ലോക്ക് എന്ന് കാണിക്കുന്നത്. ഒരു 5-6 ATM കയറി, പഞ്ചാബ് നാഷണൽ ബാങ്ക് കയറി, എവിടെയും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ കടയിൽ കയറി സ്വൈപ്പ് ചെയ്തിട്ട് ക്യാഷ് എടുക്കാനുള്ള പരിപാടി നോക്കി, അതും നടക്കുന്നില്ല. ഏതായാലും ശരിക്കും പെട്ട അവസ്ഥയാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലൊരു ടൂർ ഏജൻസി ഉണ്ട്. അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവർക്ക് ഇങ്ങനെ ഒരാളെ കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല. മൊത്തം പെട്ട് കിടക്കാൻ ക്യാഷും ഇല്ല. ഭൂട്ടാനിൽ എമിഗ്രേഷൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു 3 മണിക്കൂറോളായി നമ്മളിവിടെ വന്നിട്ട്. നല്ല ചൂടാണ്. ഇപ്പം കുറച്ച് ചൂടൊന്ന് അടങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ബൈക്ക് ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ATM ആണ്. അവിടെയാണ് നമ്മുടെ
ഇത് പോയേക്കണേ. ഞാൻ നോക്കി ഇപ്പം ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ അവൻ്റെ ഐറ്റം മാത്രമാണല്ലോ വർക്ക് ചെയ്തത്. നോക്കട്ടെ, കാശ് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ പോകണം. ഏതെങ്കിലും ATMൻ്റെ പുറത്ത് പോയി കാവലിക്കണം. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മിക്കവാറും കാശ് ഇട്ട് വിചാരിക്കുന്നുണ്ട്. നിധുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 10,000 രൂപ കിട്ടി. ഇവിടെ ഭൂട്ടാനീസ് കറൻസി തന്നെ വീണ്ടും സഹായിച്ച നിധു. അങ്ങനെ വീണ്ടും നമ്മുടെ നിധു നമ്മളെ രക്ഷകനായി. SBI ഇന്റർനാഷണൽ കാർഡ് തരാൻ പറഞ്ഞിട്ട് അവരെനിക്ക് തന്നത് ഇന്ത്യൻ കാർഡാണ്. അത് ഇവിടെയൊക്കെ ബ്ലോക്കാണ്. ഏതായാലും SBI ആണ് നമ്മൾക്കിട്ട് പണിയുന്നത്. കാനറ ബാങ്ക് നമ്മളെ രക്ഷിച്ചു. ഫുഡ് കഴിച്ചു. പൂരി ബജി കഴിച്ചത്. ഓവർ എണ്ണയായിരുന്നു, പിന്നെ ഉപ്പില്ലായിരുന്നു. ബാക്കി ഇഷ്യൂസ് ഒന്നുമില്ല. സമയം കഴിച്ച് സുധാൻ ബാലിന് ഇപ്പോഴും വെയിറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു കടയാണിത്. കണ്ട, സുധാൻ ബാലിൻ്റെ കടയാണിത്. കമ്പ്യൂട്ടർ ഷോപ്പാണ്, ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ. ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്, ശ്യാം എന്നുള്ള പേര്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളെല്ലാം സഹായിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ ടീംസ് अभी 3 हो गया. വെസ്റ്റ് ബംഗാൾ എന്നുള്ള ടീം. അങ്ങനെ യാത്രയുടെ രണ്ടാമത്തെ ഓയിൽ ചേഞ്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ജയ്ഗോൺ. ഇവിടെ ഭൂട്ടാൻ്റെ ബോർഡറിൽ നിന്ന് ഒരു 500 മീറ്റർ ബാക്കിലേക്ക് നമ്മുടെ ബജാജിൻ്റെ സർവീസ് സെൻ്ററിൽ ഇവിടെ വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എൻജിൻ ഇതുകൂടി വണ്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആസിഫ് എന്ന പേര്. ചെയിൻ ഒന്ന് ലൂബ് ചെയ്യുക, പിന്നെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. ക്ലച്ചും അതേപോലെ ബ്രേക്കും കാര്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല വണ്ടിക്ക്. ഭൂട്ടാൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്താ 4 സ്റ്റിക്കർ 30 റുപ്യക്ക് 4 സ്റ്റിക്കറുമാണ്. ഇത് വണ്ടിയിൽ ഒട്ടിക്കാനും, ഒരെണ്ണം വണ്ടിയിൽ, ഒരെണ്ണം ഹെൽമെറ്റ്. ഞാനും ഇതും കൂടി ഒട്ടിക്കും. ഇത് 30 റുപ്യക്ക് കടല വാങ്ങിയതാണ്. നാളത്തേക്ക് 30 റുപ്യ. നല്ല ചൂട് കടല. ചിലപ്പോൾ രാത്രി തന്നെ തീർക്കും അല്ല. ഇതാണ് നമ്മളെ ആസിഫ് ഭായ്. നമ്പറൊക്കെ 15 വയസ്സുള്ളൂ. ഇവിടെ ബജാജിൻ്റെ സർവീസ് സെൻ്ററിലാണ്. അപ്പോൾ വണ്ടി മൊത്തം ശരിയാക്കി തന്നു. ഗാഡി കേസാ ഓക്കെ. ഹായ് ബോലോ സബ്കോ. ഹായ്. യൂട്യൂബിൽ ആരേക. ആക്സിഡൻ്റ് ആയിട്ട് പൊട്ടിയതാണ്. ഇതും ശരിയാക്കി തന്നു നമ്മുടെ ബ്രദർ. പിന്നെ നമ്മുടെ ക്ലാമ്പൊക്കെ റെഡിയാക്കി തന്നു. ശരി, ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോവാം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പോവാം. ഞാൻ വാങ്ങിയ ടീഷർട്ടാണ്. 400 റുപ്യ പറഞ്ഞ് 350 റുപ്യ ലാസ്റ്റ് ആക്കി തന്നത്. ഭൂട്ടാൻ ഡ്രാഗൺ ആണ്. ഭൂട്ടാൻക്ക് ബാക്ക് പ്ലെയിൻ ആണ്. 270 वाला. ഓക്കെ. നാഷണൽ ഫ്ലവർ. ഓക്കെ. അതാ ബ്ലൂ പോപ്പി, അതാണ് നാഷണൽ ഫ്ലവർ. ഇതൊക്കെയാണ് മറ്റ് ഡിസൈനുകൾ കിട്ടുന്നത്. വേറെയും കുറേ ഡിസൈൻ കിട്ടും. വെള്ളയും കറുപ്പാണ് ഏറ്റവും കൂടുതൽ ഡിസൈൻസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലത്തെ.
പിന്നെ ഇതാ ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഡിസൈൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിയ കടല തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ പാറു ടൈഗർ നെസ്റ്റ്, പിന്നെ നാളത്തെ വീഡിയോയിൽ മിക്കവാറും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ പറ്റും. പ്രതീക്ഷ തന്നെയാണ്, സർപ്രൈസ് തരാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട് നാളത്തെ വീഡിയോയിൽ. അതെന്താണെന്ന് ഞാൻ നാളെ പറയാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവസാനമായിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്.